കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീതീകരണത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും അർത്ഥതലങ്ങൾ എന്താണ്, അതിന്റെ വ്യാപ്തി? പുതിയ നിയമത്തിൽ വീണ്ടും നമുക്ക് ഭാഗം വളരെ ആഴത്തിൽ വിചിന്തനം ചെയ്യുവാൻ ഈ പ്രഭാതം നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. ഓരോ പ്രഭാതങ്ങളിലെയും വചന സന്ദേശം നമ്മുടെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതാണ്, രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ തന്നെ ആത്മീയ അനുഭവങ്ങളിൽ പുതിയ കാഴ്ചപ്പാടും വ്യതിയാനങ്ങളും നമുക്ക് നൽകുവാൻ ഈ സത്യങ്ങൾക്ക് കഴിയും എന്നുള്ളതിന് രണ്ട് വശമില്ല. 1 കൊരിന്ത്യർ ലേഖനം 1:30 അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നാം ഈ ഭാഗങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. വീണ്ടും പരിശുദ്ധമായ ഈ ആശയം വ്യക്തമാക്കുവാൻ ഇടപെടുമ്പോൾ കർത്താവിന് എന്തോ ഒന്ന് നമ്മളോട് വീണ്ടും ആഴത്തിൽ സംസാരിക്കാനുണ്ട്. നമ്മുടെ ശുശ്രൂഷയുടെ ഉദ്ദേശ ലക്ഷ്യം ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ പ്രായത്തിലെ സമ്പൂർണ്ണമായ വളർച്ച നാം പ്രാപിക്കും. ക്രിസ്തു എന്ന തലയോട് നാം വളരുക. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ കൂടെ വെളിപ്പെട്ട് വരിക. നിങ്ങൾ ക്രിസ്തുവിന് മനസ്സുള്ളവരായി തീരുക. ക്രിസ്തു ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ നാം ജീവിക്കുക. കർത്താവിന് പകരം ക്രിസ്തുവിനെ സ്ഥാനാധിപതികളായി ലോകത്തോട് നിരപ്പിന്റെ ദൂത് വിളംബരം ചെയ്യുക. ക്രിസ്തു നിങ്ങളിലൂടെ ജീവിക്കുക. ഈ വചനങ്ങളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഒരു ക്രിസ്തു ഭക്തൻ എപ്രകാരം ക്രിസ്തു സമാനമായ ക്രിസ്തുവിനോടുള്ള ഏകീഭാവം, ക്രിസ്തുവായിട്ടുള്ള സമസ്വഭാവം, ക്രിസ്തുവായിട്ടുള്ള ഇഴയെടുപ്പം എപ്രകാരം വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ ചിന്തകൾ പ്രിയരെ നമ്മൾ ഉൾക്കൊള്ളുവാൻ ഞാൻ തയ്യാറാണെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 1:30 ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി. എന്താണ് ഇതിന്റെ അർത്ഥവ്യാപ്തി? വിശ്വാസത്തിന്റെ നീതീകരണവും വിശുദ്ധീകരണവും കർത്താവ് തന്നെയാണ്. ഈ വചന വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിനായുള്ള നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ്. നീതീകരണവും വിശുദ്ധീകരണവും സംബന്ധിച്ച് ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായൊരു ബോധ്യമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉറപ്പുണ്ടാകുകയും പിശാചിന്റെ കുറ്റാരോപണങ്ങൾക്ക് മുമ്പിൽ നാം പതറിപ്പോകുകയും നമ്മുടെ ആത്മീയ വളർച്ച തടസ്സപ്പെടുകയും ചെയ്യും. ഈ ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ രക്ഷ സംബന്ധിച്ചുള്ളതെല്ലാം തന്റെ ക്രൂശ് മരണത്തിൽ യേശു പൂർത്തിയാക്കി അല്ലെങ്കിൽ നിവൃത്തിയാക്കി. രക്ഷയെ സംബന്ധിച്ച് 2 കാര്യങ്ങളുണ്ട്. 1 നാം ക്രിസ്തുവിൽ, 2 ക്രിസ്തു നമ്മിൽ. നമ്മെ ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുന്നു. We are in Christ. അപ്പോൾ തന്നെ ക്രിസ്തു നമ്മിലുമാണ്. Christ in us. ഈ 2 കാര്യങ്ങളും ആകുമ്പോൾ എല്ലാം പൂർത്തിയായി. ഈ 2 വസ്തുതകളെ കുറിച്ച് കർത്താവ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യോഹന്നാൻ 15:4. കണ്ടോ പ്രിയമുള്ളവരെ, നിങ്ങളിത് സൂക്ഷ്മമായി പഠിക്കണം. ഒരുത്തൻ എന്നിൽ, അതിന്റെ അർത്ഥം നമ്മൾ കർത്താവിൽ, അപ്പോൾ തന്നെ ഞാൻ അവനിലും, കർത്താവ് നമ്മിൽ. ക്രൈസ്റ്റ് ഇൻ us. ഒരുത്തൻ എന്നിൽ എന്ന് പറയുമ്പോൾ we are in Christ. ക്രിസ്തു നമ്മളിലും അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ. അതിന്റെ വ്യത്യാസം നാം തിരിച്ചറിയുക. 1 കൊരിന്ത്യർ ലേഖനം 1:30 പൗലോസ് ഈ ഭാഗങ്ങളെ കുറിച്ച് ഉദ്ധരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നാം ക്രിസ്തുവിൽ. അടുത്ത വാക്യം, അവൻ നമുക്ക് ആയിത്തീർന്നു. ക്രിസ്തു നമ്മിൽ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. 1 നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അടുത്തത് അവൻ നമുക്ക് ആയിത്തീർന്നു. ഇതിൽ നാം ക്രിസ്തുവിൽ എന്നത് നീതീകരണത്തോട് ബന്ധപ്പെട്ടും ക്രിസ്തു നമ്മിൽ എന്നത് വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ടും ചിന്തിക്കുന്നത് നമുക്ക് വളരെയേറെ ആത്മീയ ജീവിതത്തിന്റെ അനുദിനമായിട്ടുള്ള വളർച്ചയിൽ കൂടുതൽ ഉൾക്കാഴ്ച നൽകുവാൻ സഹായകരമായി തീരും. ഇവിടെ നമുക്ക് പ്രാരംഭമായി നാം ക്രിസ്തുവിൽ എന്ന കാര്യം നോക്കാം. ഇത് ദൈവം തന്നെ ചെയ്യുന്ന കാര്യമാണ്. അവിടുന്ന് നമ്മെ ക്രിസ്തുവിലാക്കി വെക്കും. തന്റെ മുന്നറിവിൻ പ്രകാരം ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്നാണല്ലോ 1 പത്രോസ് 1:2, എഫെസ്യ ലേഖനം 1:4 ഈ വാക്യങ്ങൾ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിച്ച് ദൈവവിളിയോട് നാം ക്രിയാത്മകമായി പ്രതികരിച്ചപ്പോൾ നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. റോമർ 5:1-2 വാക്യം. ദൈവിക ആഹ്വാനത്തോട് നാം അനുസരണം കാട്ടി എന്നത് ശരിയാണെങ്കിലും ഈ രക്ഷ സംബന്ധിച്ച് നമുക്ക് പറയുവാൻ കഴിയുന്നത് ദൈവം നമ്മെ നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി എന്നാണ്. സങ്കീർത്തനങ്ങൾ 40:1. അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ ആക്കി വെച്ചു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം. നാം ക്രിസ്തുവേശുവിൽ ഇരിക്കുമ്പോൾ ക്രിസ്തുവിന് സംഭവിക്കുന്നതെല്ലാം നാമും അനുഭവിക്കുക. ഒരു ഉദാഹരണത്തിൽ കൂടി ഈ വാക്യങ്ങൾ നാം കൂടുതൽ വ്യക്തമായി പഠിക്കുമ്പോൾ നമ്മുടെ ഒരു പുസ്തകത്തിൽ നാം ഒരു പ്രധാനപ്പെട്ട കറൻസി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ നോട്ട് പുസ്തകത്തിനുള്ളിൽ ഇരിക്കുന്നു. ഇനി ആ പുസ്തകത്തിന് സംഭവിക്കുന്നതെല്ലാം ആ നോട്ടിനും സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിനും ബാധകമാണ്. നാം ഈ പുസ്തകത്തെ പുഴയിൽ എറിഞ്ഞു എന്ന് സങ്കല്പിക്കും. ആ പുസ്തകത്തോടു കൂടി ആ വിലപ്പെട്ട നോട്ടും ഇപ്പോൾ വെള്ളത്തിലായി. നാം പുസ്തകം തേലിടുമ്പോൾ
ആ പുസ്തകം കത്തിച്ചാമ്പലാവുമ്പോൾ ഈ നോട്ടും ചാരമായിട്ട് മാറും. ഈ പുസ്തകം നാം ഇനി പാഴ്സൽ ചെയ്ത് വിദേശത്തേക്ക് നാം അയക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കറൻസിയും അല്ലെങ്കിൽ ആ നോട്ടും പുസ്തകത്തോടു കൂടെ വിദേശ രാജ്യങ്ങളിൽ എത്തപ്പെടും. പുസ്തകത്തിന് സംഭവിച്ചതെല്ലാം ഈ നോട്ടിനും സംഭവിച്ചു. ഇതുപോലെയാണ് നമ്മെ സംബന്ധിച്ച്. നാം ക്രിസ്തുവിലായിരിക്കാൻ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നാമും അവിടെ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഗലാത്യ ലേഖനം 2:20, റോമർ 6:6. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എഫേസ്യർ 2:5-7 വാക്യം. ക്രിസ്തു സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടപ്പോൾ നാമും അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടു. എഫേസ്യർ 2:7. ഇനി നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ വീണ്ടും തേജസ്സിൽ വെളിപ്പെടും. കൊലോസ്യർ 3:4. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരം, എത്ര ആശ്ചര്യം! നാം ഈ വാക്യങ്ങൾ ഒന്നുകൂടെ പഠിച്ചാൽ വളരെ മനോഹരമാണ്. ക്രിസ്തുവിന് സംഭവിച്ചതെല്ലാം എനിക്ക് സംഭവിച്ചു. എന്തൊക്കെയാണ്? നാം ക്രിസ്തുവിലായിരിക്കാൻ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും അവനോടുകൂടെ ക്രൂശിൽ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്നെയും കൂടെ അവൻ ഉയർപ്പിച്ചു. ഇപ്പോൾ കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുമ്പോൾ എന്നെയും ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ അവനോടുകൂടെ. അതാണ് എഫെസ്യർ പറയുന്നത്, നിങ്ങളെ ഉയർപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ കർത്താവിനോട് സ്വർഗസ്ഥലങ്ങളിൽ ആയിരിക്കും. യു ആർ ആൾസോ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ദ ഹെവൻലീസ്. ഇതൊരു വെളിപ്പാടാണ്. ഈ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ തത്വത്തിൽ നിന്ന്, ഭൗതിക തലത്തിൽ നിന്ന്, മനുഷ്യ മണ്ഡലത്തിൽ നിന്ന്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു വലിയ വെളിപ്പാട്. നിങ്ങളിപ്പോൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലും. നിങ്ങൾക്കറിയാം നിങ്ങൾ ഭൂമിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലും. നിങ്ങൾ ആത്മാവിൽ ക്രിസ്തുവിനോടുകൂടെ സ്വർഗതലങ്ങളിലും, നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഭൂമിയിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലും. ഇനിയും അപ്പോസ്തലൻ പൗലോസ് വീണ്ടും പറയുന്നു, നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ വെളിപ്പെടുമെന്ന്. വളരെ വളരെ പ്രധാനപ്പെട്ട പുതിയ നിയമസത്യങ്ങൾ. യഥാർത്ഥത്തിൽ നീതീകരണത്തിന് വേണ്ടിയും വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നമ്മുടെ അത്വത്വാനും പ്രയത്നം, വലിയ പ്രവൃത്തി ചെയ്തു തീർക്കുവാനുള്ള വലിയ ബദ്ധപ്പാട്. പക്ഷേ ഈ വചനം, ഒറ്റ വചനം മാത്രം മതി നമ്മുടെ സമൂലമായ പരിവർത്തനം. ക്രിസ്തു നിങ്ങൾക്ക് കൊണ്ട് ആയിത്തീർന്നു, നിങ്ങളോ അവനാൽ ഇരിക്കുന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി ആകെയാണ്. എന്റെ നീതിയായി, എന്റെ വിശുദ്ധീകരണമായി, എന്റെ വീണ്ടെടുപ്പായി, എന്റെ ശുദ്ധീകരണമായി ക്രിസ്തു ആയിത്തീരുക. യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് നിങ്ങളുടെ എല്ലാം. അവനെ കൂടാതെ നിങ്ങളില്ല. നിങ്ങളിലൂടെയാണ് കർത്താവ് തന്നെ നീതിയെ വെളിപ്പെടുത്തുന്നത്. ആ നീതി അധ്വാനത്തിന്റെയോ പരിശ്രമത്തിന്റെയോ പോരാട്ടങ്ങളുടെയോ അല്ലെങ്കിൽ യോഗ്യതയുടെയോ അല്ല, വിശ്വാസത്താലുള്ള നീതിയാണ്. അത് നിങ്ങളുടെ മേൽ കണക്കിടുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാവിൽ വചനം സ്വീകരിക്കാം. ദൈവരാജ്യത്തിലെ വിജയകരമായ ജീവിതത്തിൽ കുറുക്കുവഴികളൊന്നുമില്ല. കർത്താവ് ചെയ്തതിൽ നിങ്ങൾ വസിക്കുക. നമുക്ക് ദൈവപ്രത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ഈ ഭാഗം നമുക്ക് അടുത്ത ദിവസം തുറമാനമായി ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് മാറും. ഈ ആത്മീയ വെളിപ്പാട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ജയാളികളായി നിൽക്കും. ഇത് മായാജാലമോ അല്ലെങ്കിൽ മറ്റ് ജാലവിദ്യകളോ ഷോർട്ട് കട്ടുകളോ മാജിക്കോ ഒന്നുമില്ല. കർത്താവുമായിട്ടുള്ള വലിയൊരു ആത്മബന്ധമാണ്. കർത്താവ് നിങ്ങൾക്ക് ഇവിടെ എല്ലാമായി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ ദിവസം നമുക്ക് സന്തോഷകരമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.